നമുക്ക് എളുപ്പത്തിൽ ഒരു അവിലോസ് പൊടി എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് തേങ്ങ ചിരവി വെച്ചിട്ടുണ്ട്. തേങ്ങ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് കൂടും. അപ്പോൾ ഞാൻ തേങ്ങ കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്. പിന്നെ കുതിർത്ത് വെച്ച പച്ചരി ഉണ്ട്. അതിൽ വെള്ളമൊക്കെ വാർന്നു കഴിയുമ്പോൾ അതൊന്ന് പൊടിച്ചിട്ട് നമ്മളിപ്പോൾ ചിരകി വെച്ച തേങ്ങയിലേക്ക് തട്ടാം. ഇതേപോലെ നമ്മൾ ഈ അരി മൊത്തം പൊടിച്ചെടുത്ത് ഇതിൻ്റെ അകത്ത് തട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഉപ്പും ജീരകവും കുറച്ച് കറുത്തുള്ള ഇട്ടിട്ടുണ്ട്. വേണമെങ്കിൽ ഇട്ടാൽ മതി കറുത്തുള്ള. എനിക്ക് ഇഷ്ടമാണ് എള്ളിൻ്റേത്, അതുകൊണ്ടാണ് ഇട്ടിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് അവിടെ മാറ്റി വെക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് നന്നായി ചൂടായി കഴിയുമ്പോൾ നമ്മളിപ്പോൾ കുഴച്ച് വെച്ച് ഇതും കൂടെ അതിൻ്റെ അകത്ത് ഇട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കാം. നല്ലൊരു വറുത്തൊന്ന് നിറം മാറി വരുന്ന സമയത്ത് അവസാനം ഒന്ന് ഞാൻ വെളുത്ത എള്ളും കൂടെ ഇതിൻ്റെ അകത്ത് ചേർക്കുന്നുണ്ട്. എള്ള് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഞാൻ ഫസ്റ്റ് വറുക്കുന്നതിലാണ് ഈ എള്ള് കംപ്ലീറ്റ് തട്ടിയിട്ടുള്ളത്. ഇനി ബാക്കി വരുന്ന അരിപ്പൊടിയും കൂടി ഇതേപോലെ വറുത്തതിന് ശേഷം എല്ലാം ഒന്ന് മിക്സാക്കി